ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ അറിവ് ടെലഗ്രാം മെസ്സേജിംഗ് ആപ്ലിക്കേഷനെ കുറിച്ചാണ്. ടെലഗ്രാം മെസ്സേജിംഗ് ആപ്ലിക്കേഷൻ എങ്ങനെ ഉപയോഗിക്കാം, അതിൻ്റെ പുതിയ ഫീച്ചറുകൾ എന്തൊക്കെയാണ് എന്നതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത്. ഇതുപോലുള്ള അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കും. ദിസ് ഈസ് പ്രതീഷ് ചെറിയ. വെൽക്കം ടു അനദർ വീഡിയോ. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. അഡ്രസ് ബാറിൽ ടെലഗ്രാം എന്ന് ടൈപ്പ് ചെയ്യുക. ഫോർ 4.5 റേറ്റിംഗ് ആണ് ഈ ആപ്ലിക്കേഷൻ ഉള്ളത്. അഞ്ഞൂറ് മില്യൺ ഡൗൺലോഡ്സ് ഉണ്ട് നിലവിൽ. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. സ്റ്റാർട്ട് മെസ്സേജിംഗ് സെലക്ട് ചെയ്യുക. ഓക്കെ പ്രസ് ചെയ്യുക. നിങ്ങളുടെ ഫോൺ നമ്പർ എൻ്റർ ചെയ്യുക. അലോ ചെയ്യുക. ഒരു 5 ഡിജിറ്റ് കോഡ് നിങ്ങളുടെ ഫോണിലേക്ക് SMS വരുന്നതായിരിക്കും. അത് എൻ്റർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ പേര് എൻ്റർ ചെയ്യുക. ടെലഗ്രാം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആണ് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുക. അതിൽ 3 ലൈനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ പ്രൊഫൈൽ കാണുവാൻ സാധിക്കും. നിങ്ങൾക്ക് ഇവിടെ പ്രൊഫൈൽ ഫോട്ടോ കൊടുക്കാവുന്നതാണ്. ടെലഗ്രാമിന് വേണ്ടി നിങ്ങൾക്ക് ഒരു യൂസർ നെയിം ഇവിടെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഇവിടെ എഴുതാവുന്നതാണ്. പ്രൈവസി ആൻഡ് സെക്യൂരിറ്റിയിൽ ആരെങ്കിലും ബ്ലോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ബ്ലോക്ക് ചെയ്യാം. ഇവിടെ ഫോൺ നമ്പർ എന്നതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എവരിബഡി സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫോൺ നമ്പർ എല്ലാവർക്കും കാണുവാൻ സാധിക്കും. മൈ കോണ്ടാക്ട് സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫോണിൽ സേവ് ചെയ്തിരിക്കുന്ന കോണ്ടാക്റ്റിലുള്ളവർക്ക് മാത്രമേ നമ്മുടെ ഫോൺ നമ്പർ കാണുവാൻ സാധിക്കുകയുള്ളൂ. നോബഡി ആണെങ്കിൽ നമ്മുടെ ഫോൺ നമ്പർ ആർക്കും കാണുവാൻ സാധിക്കുകയില്ല. അടുത്ത ഓപ്ഷൻ നമ്മുടെ ഫോൺ നമ്പർ ഉപയോഗിച്ച് ആർക്കൊക്കെ നമ്മളെ ടെലഗ്രാം വഴി കണ്ടെത്താം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൽ എവരിബഡി സെലക്ട് ചെയ്യുകയാണെങ്കിൽ
ആർക്ക് വേണമെങ്കിലും നമ്മുടെ ഫോൺ നമ്പർ അറിയാവുന്ന ആർക്ക് വേണമെങ്കിലും ആ ഫോൺ നമ്പർ ഉപയോഗിച്ച് ടെലഗ്രാമിൽ നമ്മളെ കണ്ടെത്തുവാൻ സാധിക്കും. മൈ കോണ്ടാക്റ്റ് ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ കോണ്ടാക്റ്റ് ലിസ്റ്റിലുള്ളവർക്ക് മാത്രമേ നമ്മുടെ ഫോൺ നമ്പർ ഉപയോഗിച്ച് നമ്മളെ കണ്ടെത്തുവാൻ സാധിക്കുകയുള്ളൂ. നമ്മളെ ഗ്രൂപ്പിൽ ആർക്കൊക്കെ ആഡ് ചെയ്യാം എന്നാണ് നമുക്കിവിടെ സെലക്ട് ചെയ്യേണ്ടത്. അതിൽ എവരിബഡി നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ടെലഗ്രാം ഗ്രൂപ്പിൽ നമ്മളെ ആർക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാൻ സാധിക്കും. മൈ കോണ്ടാക്റ്റ് ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ കോണ്ടാക്റ്റ് ലിസ്റ്റിലുള്ളവർക്ക് മാത്രമേ ടെലഗ്രാം ഗ്രൂപ്പിൽ നമ്മളെ ആഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ നിങ്ങൾക്ക് പാസ്കോഡ് ലോക്ക് ക്രിയേറ്റ് ചെയ്യാം ടെലഗ്രാമിന് വേണ്ടി. അടുത്തത് 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ആണ്. നിങ്ങൾക്ക് ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യാം. അടുത്തത് റിക്കവറി ഇമെയിൽ ഐ ഡി കൊടുക്കുക. നിങ്ങളുടെ പേഴ്സണൽ ഇമെയിൽ ഐ ഡി കൊടുത്താൽ മതി. കണ്ടിന്യൂ പ്രസ് ചെയ്യുക. നിങ്ങൾക്ക് ഒരു വെരിഫിക്കേഷൻ കോഡ് നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഇമെയിൽ ഐ ഡിയിലേക്ക് വരുന്നതാണ്. അത് എൻ്റർ ചെയ്യുക. നെക്സ്റ്റ് പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആകുന്നതാണ്. അടുത്തത് ആക്റ്റീവ് സെക്ഷൻ ആണ്. നിലവിൽ നിങ്ങളുടെ ടെലഗ്രാം അക്കൗണ്ട് ഏതൊക്കെ ഡിവൈസിൽ ആക്റ്റീവ് ആയിരിക്കുന്നതെന്ന് ചെക്ക് ചെയ്യാൻ സാധിക്കും. അടുത്ത ഓപ്ഷൻ സ്കാൻ QR കോഡാണ്. QR കോഡ് സ്കാൻ ചെയ്താൽ കമ്പ്യൂട്ടറിൽ ടെലഗ്രാം നമുക്ക് ആക്സസ് ചെയ്യാവുന്നതാണ്.
ഈ ഒരു ഓപ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് തുടർച്ചയായി ഒരുപാട് നാളുകൾ നിങ്ങൾ ടെലഗ്രാമിൽ ഓൺലൈനിൽ വരാതിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് ഡിലേറ്റ് ആയി പോകുന്നതാണ്. അതിൽ നമുക്ക് 1 മാസം മുതൽ 1 വർഷം വരെയും സെലക്ട് ചെയ്യാവുന്നതാണ്. 1 മാസമാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ 1 മാസത്തിൽ നിങ്ങൾ ഓൺലൈൻ വരാതിരിക്കുകയാണെങ്കിൽ 1 മാസം കഴിയുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ട് ഡിലേറ്റ് ആയി പോകുന്നതാണ് ഓട്ടോമാറ്റിക്കായി. ഇവിടെ നമുക്ക് ടെലിഗ്രാം ചാനൽ ക്രിയേറ്റ് ചെയ്യാം. ഏകദേശം 2 ലക്ഷം മെമ്പേഴ്സിനെ നമുക്ക് ആഡ് ചെയ്യാം. ടെലഗ്രാമിൽ പുതിയതായിട്ട് തുടങ്ങിയ ഒരു ഫീച്ചറാണ് വീഡിയോ കോളിംഗ്. ടെലഗ്രാം ടു ടെലഗ്രാം വീഡിയോ കോളിംഗ് ഇപ്പോൾ സാധ്യമാണ്. നേരത്തെ നമുക്ക് വോയിസ് കോൾ മാത്രമേ വിളിക്കുവാൻ സാധിക്കുകയുള്ളൂ ടെലഗ്രാമിൽ. ടെലഗ്രാം 400 മില്യൺ ആക്റ്റീവ് യൂസർ ആയതിൻ്റെ ഭാഗമായി ടെലഗ്രാം കമ്പനി വീഡിയോ കോൾ ഫീച്ചർ കൊണ്ടുവന്നതാണ്. ഈ ഒരു അറിവ് നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു അറിവുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.